Welcome all, this is Reshma from Department of Computer Application, Don Bosco College, Kottayam. In the last session, we had discussed about 4 problems on multiplication as well as addition theory. Today, we are continuing with this session, problems on multiplication and addition theories. Let's move on to the first question. Find the probability of drawing a card, drawing a king, a queen and an ace in this order from a pack of 52 cards in 3 consecutive draws. The card drawn being replaced. എന്താ പറഞ്ഞിരിക്കുന്നത്? 52 കാർഡ്സിനകത്ത് നിന്നും 3 കാർഡ്സിനെ ഈ പറയുന്ന ഓർഡറിൽ വിഡ്രോ ചെയ്യണം സച്ച് ദാറ്റ് ഓരോ കാർഡും എടുത്തതിന് ശേഷം എന്ത് ചെയ്യും? റീപ്ലേസ്മെൻറ്റ് പോസിബിൾ ആണ്. പറഞ്ഞിരിക്കുന്നത് find the probability of drawing a king, a queen and an ace in this order from a pack of 52 cards in 3 consecutive draws. The card drawn being replaced. ഓരോ പ്രാവശ്യവും നമ്മൾ എന്ത് ചെയ്യുന്നു? കാർഡ് എടുത്തതിന് ശേഷം റീപ്ലേസ് ചെയ്യുന്നു, പിന്നെയും അടുത്ത കാർഡ് എടുക്കുന്നു, അതിനുശേഷം വീണ്ടും തിരിച്ചു വെക്കുന്നു, പിന്നെ അടുത്താണ് 3 കോൺസിക്യൂട്ടീവ് ഡ്രോസ് നടത്തുകയാണ്. ആദ്യത്തെ പ്രാവശ്യം കിക്കിങ്, രണ്ടാമത്തെ പ്രാവശ്യം ക്വീന്, മൂന്നാമത്തെ പ്രാവശ്യം എയ്സ്. ഇവ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് എനിക്ക് വേണ്ടത്. സോ ഇവിടെ എനിക്ക് 3 കാർഡ്സാണ് ഞാൻ ഡ്രോ ചെയ്യുന്നത്. ആ 3 കാർഡ്സിൻ്റെ ഡ്രോയിങ്ങിനെ ഞാൻ 3 ഡിഫറെൻറ്റ് ഇവൻറ്റ്സ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. Therefore, let A is equal to event A be getting a king, B be the event getting a queen, and C be the event getting an ace. ഇങ്ങനെ 3 ഇവൻറ്റ്സ് ആണുള്ളത്. എനിക്ക് എന്താണ് വേണ്ടത്? ഈ 3 ഇവൻസിൻ്റെയും ഡ്രോ ചെയ്യാനുള്ള ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എങ്ങനെ? ഒന്നിന് പുറകെ ഒന്നായിട്ട്. ഫസ്റ്റ് എന്ത് ചെയ്യണം? എ കിട്ടണം. ഫസ്റ്റ് ഡ്രോയിൽ എ കിട്ടണം, അതിനെ റീപ്ലേസ് ചെയ്തു. സെക്കൻഡ് ഡ്രോയിൽ ബി കിട്ടണം, അതിനെ റീപ്ലേസ് ചെയ്തു. തേർഡ് ഡ്രോയിൽ സി കിട്ടണം. ദെയർഫോർ എൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഐ ഹാവ് ടു ഫൈൻഡ് എ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ കിങ് ആൻഡ് ഗെറ്റിംഗ് എ ക്വീൻ ആൻഡ് ഗെറ്റിംഗ് ആൻ ഏസ്. അതായത് ഇവിടുത്തെ എൻ്റെ പ്രോബബിലിറ്റി, എന്തിൻ്റെ പ്രോബബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഗെറ്റിംഗ് എ കിങ് ആദ്യം, ദെൻ ഗെറ്റിംഗ് എ ക്വീൻ, ദെൻ ഗെറ്റിംഗ് ആൻ ഏസ്. അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് 3 ഡ്രോസിൽ, 3 കോൺസിക്യൂട്ടീവ് ഡ്രോസിൽ 3 കാർഡ്സ് എനിക്ക് കിട്ടണം. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ കിങ് ആൻഡ് ഗെറ്റിംഗ് എ ക്വീൻ ആൻഡ് ഗെറ്റിംഗ് ആൻ ഏസ്. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. സോ ഇവിടെ എന്താണ് ഉണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ആൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് തിയറമാണ്? മൾട്ടിപ്ലിക്കേഷൻ തിയറമാണ്. ദെയർഫോർ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സിയുടെ ഡെഫിനിഷൻ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? 3 ഇവൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ബി ഇൻ്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു ഓട്ടോമാറ്റിക്കായിട്ട് 3 എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ്. കിങ്ങിനകത്ത് എന്ത് കാണില്ല? ക്യൂൻ കാണില്ല. ക്യൂവിനകത്ത് എന്ത് കാണില്ല? ഏസ് കാണില്ല. അവിടെ കിങ് ആയ ഒരു കാർഡിന് ഒരേ സമയം ക്യൂനോ ഏസോ ആവണമെങ്കിൽ വേറെ പറഞ്ഞത് കിങ് ആയ ഒരു കാർഡിന് ഒരേ സമയം എന്താ അവർ ക്യൂനാകാൻ പറ്റില്ല, ഏസ് ആകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 3 കോൺസിക്യൂട്ടീവ് ഡ്രോസ് ആണ്. എന്താ റീപ്ലേസ്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് എടുത്ത് അത് തിരിച്ച് വെച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? അടുത്ത കാർഡ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ട്രയൽ അല്ലെങ്കിൽ ഒരു ഡ്രോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അടുത്ത ട്രയൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ 3 ഇവൻറ്റ്സും എന്താണ്? ഒന്നിനോടൊന്ന് ഇൻഡിപെൻഡൻ്റ് ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സി. നൗ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ? 52 കാർഡ്സിനകത്ത് നിന്നും ഗെറ്റിംഗ് എ കിങ്, അതിനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഹിയർ ദ നമ്പർ ഓഫ് പോസിബിൾ കേസസ് എന്ന് പറയുന്നത് എത്രയാണ്? 52 ആണ്. കാരണം ടോട്ടലിനകത്ത് 52 കാർഡ്സ് ആണുള്ളത്. സോ ഹിയർ പ്രോബബിലിറ്റി ഓഫ് എ ഓർ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ കിങ് ഈസ് ബൈ മീൻസ് ഓഫ് ഡെഫിനിഷൻ ഇറ്റ് ഈസ് നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസസ്. ഹിയർ ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസസ് ആർ 52.
And among these 52 cards, the number of favorable cases, that is number of king cards, there are 4 king cards, one in heart, one in diamond, one in spade and one in club. അങ്ങനെ 4 king cards ആണുള്ളത്. Therefore number of favorable cases here is 4. Hence probability of A is 4 by 52. What about probability of B? Probability of B means probability of getting a queen. Probability of getting a queen the number of possible cases എന്ന് പറയുന്നത് 52 ആണ്. ക്യൂവിൻ്റെ കേസിലും 4 ക്യൂൻ കാർഡ്സേ ഉള്ളൂ ഏതൊരു ഡെക്ക് ഓഫ് കാർഡ്സിനകത്തും. ഒരെണ്ണം ഹാർട്ടിൽ, ഒരെണ്ണം ഡയമണ്ടിൽ, ഒരെണ്ണം സ്പെയ്ഡിൽ, ഒരെണ്ണം ക്ലബിൽ. അങ്ങനെ 4 ഫേവറബിൾ കേസ് അല്ലെങ്കിൽ 4 ക്വീൻ കാർഡ്സേ ഉള്ളൂ. Therefore probability of B is 4 by 52. What about probability of C? Probability of C is equal to probability of getting an ace. As the same, ഇവിടെയും number of possible cases എന്ന് പറയുന്നത് 52 ആണ്. And number of favorable cases, എത്ര ace cards ആണ് total ഉള്ളത്? Number of ace cards is 4. So here also probability of C is 4 by 52. Hence we can say that probability of A and B and C is equal to probability of A into probability of B into probability of C, which is 4 by 52 into 4 by 52 into 4 by 52. That is 4 by 52 the whole raised to 3. So, നമ്മളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഫസ്റ്റ് 3 ഡ്രോസ് കണ്ടിന്യൂസ് ആയിട്ട് നടത്തി വിത്ത് റീപ്ലേസ്മെൻറ്റ് കൂടെ 52 കാർഡ്സിൽ 3 കാർഡ്സിന് നമ്മൾ ഡ്രോ ചെയ്തു. അതിനകത്ത് ഫസ്റ്റ് ട്രയലിലുള്ള കാർഡ് കിങ്ങും, സെക്കൻഡ് ട്രയലിലുള്ള കാർഡ് ക്വീനും, തേർഡ് ട്രയലിലുള്ള കാർഡ് എയ്സും ആകാനുള്ള പ്രോബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ കിങ് ആൻഡ് getting a queen and getting an ace without replacement. Here the probability is 4 by 52 the whole cube. നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ റീപ്ലേസ് ചെയ്താലും മതി. So that's all for the first question. Let's move on to the second question. An urn contains 5 white and 7 black balls. A second urn contains 7 white and 8 black balls. One ball is drawn at random and put into the second urn without noticing its color. A ball is then drawn at random from the second urn. Then what is the probability that it is white? എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ നമുക്ക് 2 ഏൺസ് അല്ലെങ്കിൽ 2 ബാഗായിട്ടാണെങ്കിലും ഏണായിട്ടാണെങ്കിലും കൺസിഡർ ചെയ്താലും കുഴപ്പമില്ല. 2 ഏൺസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ 2 ഏൺസിലും കുറച്ച് ബോൾസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് 2 ഏൺസ്, ഫസ്റ്റ് ഏൺ ആൻഡ് സെക്കൻഡ് വൺ. Let be U1, let be U2. ഫസ്റ്റ് ഏണിനകത്തെ ബോൾസിൻ്റെ കണ്ടീഷൻ എന്താണ്? 5 white balls and 7 black balls. 5 white and 7 black. What about urn 2? The second contains 7 white and 8 black balls. ഇതാണ് അവയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 1 ball is drawn at random and put into the second urn without noticing the color. അപ്പോൾ ഫസ്റ്റ് ഏണിൽ നിന്നും ഒരു ബോളിനെ നമ്മൾ റാൻഡമായിട്ട് ചൂസ്, ഏതാണ് കളറെന്ന് നമ്മൾ നോക്കുക, റാൻഡമായിട്ട് ചൂസ് ചെയ്തതിന് ശേഷം അതെവിടേക്ക് ഇട്ടു? സെക്കൻഡ് ഏണിലേക്ക് ഇട്ടു. A ball is then drawn at random from the second urn. Then what is the probability that it is white? നമ്മൾ ചെയ്ത എന്താണ്? ഒന്നാമത്തെ ഏണിൽ നിന്നും ഏതോ ഒരു ബോൾ കളർ നോട്ടീസ് ചെയ്യാതെ ഏതോ ഒരു ബോൾ ഞാൻ പിക്ക് ചെയ്തു, അത് ഞാൻ സെക്കൻഡ് ഏണിലേക്ക് ഇട്ടു. അതിനുശേഷം സെക്കൻഡ് ഏണിൽ നിന്നും ഒരു ബോളിനെ ഞാൻ എടുത്തു. അങ്ങനെയെങ്കിൽ ആ എടുത്ത ബോള് വൈറ്റ് ബോൾ ആവാനുള്ള പ്രോബബിലിറ്റി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്കിവിടെ 2 പോസിബിലിറ്റിയാണ് ശരിക്കും ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ ഏണിൽ നിന്ന് ഞാൻ എടുത്ത ബോളിൻ്റെ കളർ നോക്കാതെയാണ് ഞാൻ എങ്ങോട്ട് ഇട്ടത്? സെക്കൻഡ് ഏണിലേക്ക് ഞാനത് ഇട്ടത്. സോ ഒന്നാമത്തെ ബോൾ 2 കളർ ബോൾസേ ഉള്ളൂ. ഏതൊക്കെയാണ്? വൈറ്റ് ബോൾസും ഉണ്ട്, ബ്ലാക്ക് ബോൾസും ഉണ്ട്. സോ 2 പോസിബിലിറ്റീസിനൊരു ചാൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ
ഒന്നാമത്തെ ഏണിൽ നിന്നും ഞാനൊരു വൈറ്റ് ബോൾ എടുത്തു, എന്നിട്ട് ഞാൻ രണ്ടാമത്തെ ഏണിലേക്ക് ഇട്ടു. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ വീണ്ടും എന്തെടുക്കുന്നു? ഒരു വൈറ്റ് ബോൾ എടുക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു ചാൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഏണിൽ നിന്ന് ഞാനൊരു ബ്ലാക്ക് ബോളിനെ എടുത്തു, സെക്കൻഡ് ഏണിലേക്ക് ഇട്ടു. അതിനുശേഷം അവിടെ നിന്ന് ഞാൻ എന്തെടുക്കുന്നു? ഒരു വൈറ്റ് ബോൾ എടുക്കുന്നു. ഇവിടെ എനിക്ക് ഒരേ ഒരു സ്പെസിഫിക്കേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സെക്കൻഡ് ഏണിൽ നിന്നും ഞാൻ ഡ്രോ ചെയ്ത ബോൾ എന്തായിരിക്കണം? വൈറ്റ് ആയിരിക്കണം. അത് മാത്രമേ ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ഏണിൽ നിന്ന് ഏത് കളർ ബോൾ വേണമെങ്കിലും എടുക്കാം, സെക്കൻഡ് ഏണിലേക്ക് ഇടാം. സെക്കൻഡ് ഏണിൽ നിന്നും രണ്ടാമത്തെ ട്രയലിൽ ഞാൻ എടുക്കുന്ന ബോൾ എന്തായിരിക്കണം? വൈറ്റ് ആയിരിക്കണം. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് ഏണിൽ നിന്ന് ഞാൻ ഒരു വൈറ്റ് ബോളിനെ എടുത്തതിന് ശേഷം സെക്കൻഡ് ഏണിലേക്ക് ഇട്ട് അവിടെ നിന്ന് എനിക്ക് വീണ്ടും എന്തെടുക്കാം? ഒരു വൈറ്റ് ബോളിനെ എടുക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് ഏണിൽ നിന്നും ഒരു ബ്ലാക്ക് ബോളിനെ എടുത്ത് സെക്കൻഡ് ഏണിലേക്ക് ഇട്ടതിന് ശേഷം അവിടെ നിന്ന് എനിക്ക് എന്തെടുക്കാം? ഒരു വൈറ്റ് ബോളിനെ ചൂസ് ചെയ്യാം. സോ അവിടെ അങ്ങനെ രണ്ട് കണ്ടീഷൻസ് ആണ് ഉള്ളത്. Therefore ആ രണ്ട് കാണാൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം ദ സെക്കൻഡ് ഏൺ അല്ലെങ്കിൽ ഫ്രം U2-ൽ നിന്നും എനിക്കൊരു വൈറ്റ് ബോളിനെ ചൂസ് ചെയ്യുന്ന പ്രോബബിലിറ്റിയാണ് വേണ്ടത്. ദിസ് ക്യാൻ ബി, ആ പ്രോബബിലിറ്റി എനിക്ക് രണ്ട് ചാൻസസ് ആയിട്ട് എനിക്ക് അതായത് ഈ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം U2 രണ്ട് രീതിയിൽ സംഭവിക്കാം. ദാറ്റ് ഈസ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം U2 എന്നുള്ളതിന് എനിക്ക് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം U1, ആദ്യം ഞാൻ എന്ത് ചെയ്തു? U1-ൽ നിന്നൊരു വൈറ്റ് ബോളിനെ എടുത്തു ആൻഡ് ട്രാൻസ്ഫറിങ് ഇറ്റ് ടു U2, then drawing a white ball from U2. അതായത് U1-ൽ നിന്നും ഒരു വൈറ്റ് ബോളിനെ എടുത്ത് അത് U2-ലേക്ക് ഇട്ടതിന് ശേഷം അവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം? ഒരു വൈറ്റ് ബോളിനെ എടുക്കാം. ഓർ ഒരു ചാൻസും കൊണ്ട് ഏതാണ്? ഓർ ഡ്രോയിങ് എ ബ്ലാക്ക് ബോൾ ഫ്രം U1 ആൻഡ് ട്രാൻസ്ഫറിങ് ഇറ്റ് into U2, then drawing a white ball from U2. രണ്ടാമത്തെ ചാൻസ് എന്താണ്? ഒന്നാമത്തെ U1-ൽ നിന്നും ബ്ലാക്ക് ബോളിനെ എടുത്ത് U2-ലേക്ക് ഇട്ടതിന് ശേഷം U2-ൽ നിന്ന് എന്തെടുക്കാം? എനിക്ക് വൈറ്റ് ബോൾ എടുക്കാം. അപ്പോൾ ഇങ്ങനെ രണ്ട് ചാൻസസ് ആണുള്ളത്. അപ്പോൾ ഈ എഴുതിയേക്കുന്ന രണ്ട് ചാൻസിനെ ഞാൻ ഫോർമുലയാക്കി മാറ്റി എഴുതാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം U2, ഇവിടെ എന്താണ് നടക്കുന്നത്? ആൻഡ് ആണ്. ആൻഡിന് പോലെ എന്ത് കൊടുക്കാം? ഇൻറ്റു കൊടുക്കാം. Again, probability of transferring it into U2, then drawing a white ball from U2. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസ് എന്തായിട്ട് മാറി? രണ്ട് ഡിഫറെൻറ്റ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് മാറി. ദാറ്റ് ഈസ് probability of drawing a white ball from U1 and transferring it to U2, then drawing a white ball from U2 എന്നുള്ളത് ഞാൻ രണ്ട് പ്രോബബിലിറ്റീസ് ആക്കി മാറ്റി എഴുതി by splitting it by means of this and. That is, this can be written as probability of drawing a white ball from U1 and പറയുന്നത് കൊടുക്കാം into അടുത്ത എന്താണ്? probability of transferring it into U2, then draw a white ball from U2. അങ്ങനെയാണ് ആ സെൻറ്റൻസ് ഒന്ന് ആ സെയിം മീനിങ് കൺസേർവ് ചെയ്തോടെ എന്ത് ചെയ്യുന്നു? ഒന്ന് മാറ്റി എഴുതുകയാണ്. പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം U2 ആഫ്റ്റർ ട്രാൻസ്ഫറിന് ശേഷം എന്ത് ചെയ്തു? വൈറ്റ് ബോളിനെ U2-ൽ നിന്നും ചൂസ് ചെയ്തു. ഇനി എന്താണുള്ളത്? ഓറിന് വരയ്ക്ക് എന്ത് കൊടുക്കാം? പ്ലസ് കൊടുക്കാം. ഓർ റെപ്രസെൻസ് അഡീഷൻ, പ്ലസ്. അവിടെ എനിക്ക് എന്ത് ഇതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ബ്ലാക്ക് ബോൾ ഫ്രം U1, പിന്നെന്താ വന്നേക്കുന്നത്? ആൻഡ് ആണ്. ആൻഡിന് വരുന്നത് കൊടുക്കാം ഇൻറ്റു
പ്രോബിലിറ്റി ഓഫ്, അവിടെ ഞാൻ സ്റ്റേറ്റ്മെന്റ് ഒന്ന് മാറ്റുന്നു, ട്രാൻസ്ഫറിങ് ഇറ്റ് ഇൻറ്റു U2 ഞാൻ മാറ്റിയെടുക്കുന്നു. പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം U2 ആഫ്റ്റർ ട്രാൻസ്ഫർ. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് ഓട്ടോമാറ്റിക് എന്തായിരിക്കും? അപ്പോൾ ബ്ലാക്ക് ബോൾ ആയിരിക്കും. Therefore probability of drawing a white ball from U2 after transfer. സോ ഇവിടെ ഇപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 4 ഡിഫറെൻറ്റ് പ്രോബിലിറ്റീസ് കിട്ടി. 4 ഡിഫറെൻറ്റ് പ്രോബിലിറ്റീസിനെയും കൂടെ എന്ത് ചെയ്താൽ മതി? കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി എനിക്ക് ആൻസർ കണ്ടുപിടിക്കാം. സോ വാട്ട് ഈസ് എ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം U1? U1-ൽ നിന്നും ഒരു വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു U1-ലെ ടോട്ടൽ നമ്പർ ഓഫ് കേസ് എത്രയാണ്? ടോട്ടൽ ആ U1-ൽ നിന്ന് എത്ര ബോൾസ് എനിക്ക് ഡ്രോ ചെയ്യാം? 5 + 7 12 ബോൾസിനെ ഡ്രോ ചെയ്യാം. Therefore here in U1 the total number of cases is 12. അതിൽ എനിക്ക് പോസിബിൾ കേസ് ഏതാണുള്ളത്? ഡ്രോയിങ് എ വൈറ്റ് ബോൾ, ദാറ്റ് ഈസ് നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് ആണ് എന്താ അവിടുത്തെ നമ്പർ ഓഫ് ഫേവറബിൾ കേസ് എന്ന് പറയുന്നത്. ഹിയർ ദ ഫേവറബിൾ കേസ് ഈസ് 5. Therefore possibility of drawing a white ball from U1 is 5/12. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻറ്റു probability of drawing a white ball from U2 ആഫ്റ്റർ ട്രാൻസ്ഫർ. ഇതെന്ന് പറയുന്നത് ട്രാൻസ്ഫറിന് ശേഷം, അതായത് ഇവിടെ ഞാൻ നടത്തിയ ട്രയൽ U1-ൽ നടത്തിയ ട്രയൽ അത് എന്ത് ചെയ്ത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ആ ട്രയൽ എന്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സെക്കൻഡ് ട്രയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ U1-ൽ എടുത്ത ബോൾ ഞാൻ അവിടെ ഇട്ടതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്? സെക്കൻഡ് ട്രയൽ ഞാൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്, രണ്ടാമതായിട്ട് ഞാൻ ബോൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ബോൾ എടുക്കുമ്പോൾ ആദ്യം ഞാനെടുത്ത ബോളിൻ്റെ പ്രസൻസ് സെക്കൻഡ് ടേണിൽ അപ്പോൾ ഉണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ട്രയലിൻ്റെ പ്രസൻസ് എവിടെ വരുന്നുണ്ട്? സെക്കൻഡ് ട്രയലിനകത്ത് വരുന്നുണ്ട്. അഥവാ സെക്കൻഡ് ട്രയൽ എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നു? ഫസ്റ്റ് ട്രയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഫസ്റ്റ് ട്രയൽ ഉണ്ടാക്കിയ മാറ്റം എങ്ങനെയാണ് സെക്കൻഡ് ടേണിൽ എന്താണ് മാറ്റം ഉണ്ടാക്കിയെന്ന് നോക്കാം. ഇവിടെ നടക്കുന്നത് ആഫ്റ്റർ ട്രാൻസ്ഫർ എന്ത് ചെയ്തു? വൈറ്റ് ബോൾ ഇവിടെ ഒന്ന് എടുത്തു, U2-ൽ നിന്ന് എടുത്തു. അപ്പോൾ ഈ ഒരു കേസ്, ഈ ഒരു കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പോകും. അപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താണ്? ഇപ്പോഴത്തെ ഈ പറഞ്ഞേക്കുന്നത് ഒന്നാമത്തെ ഏണിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഒരു വൈറ്റ് ബോളിനെ ചൂസ് ചെയ്തു. അത് ഞാൻ എവിടേക്ക് ഇട്ടു? അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബോൾ കുറഞ്ഞു, 4 ആയി അല്ലേ? അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് കേസ് എത്രയായി? 11 ബോൾസ് ആയി. ആ ബോൾ ഞാൻ എങ്ങോട്ട്? ആ വൈറ്റ് ബോൾ, ഏത് ബോളാണ്? വൈറ്റ് ബോളാണ്. സോ വൈറ്റ് ബോൾ ഞാൻ എങ്ങോട്ട് ഇട്ടു? ഇവിടേക്ക് ഇട്ടു. ദർഫോർ ഇവിടെ 8 വൈറ്റ് ബോൾസ് ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ബിക്കം 16 ബോൾ. ഈ ഒരു കണ്ടീഷൻ അനുസരിച്ചാണ് എന്തിൻ്റെ പ്രോബിലിറ്റി എടുക്കേണ്ടത്? രണ്ടാമത്തെ പ്രോബിലിറ്റിയാണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഇപ്പോൾ സെറ്റായി. ഫസ്റ്റ് ട്രയൽ ഞാൻ ഡ്രോ ചെയ്തു, ആ ബോളിനെ ഞാൻ അങ്ങോട്ടിട്ടു, അവിടെ നിന്ന് ഞാൻ എന്തെടുക്കുന്നു? രണ്ടാമത്തെ ട്രയലിനായിട്ടുള്ള വൈറ്റ് ബോളിനെ ഞാൻ ചൂസ് ചെയ്യും. സോ ഹിയർ അപ്പോൾ ഇപ്പോൾ എന്തായി? ആഫ്റ്റർ ട്രാൻസ്ഫറിന് ശേഷമുള്ള കണ്ടീഷൻ്റെ പടമാണ് ഞാൻ വരച്ചിരിക്കുന്നത് അല്ലേ? ആ മാറ്റങ്ങൾ വരുത്തിയ സിറ്റുവേഷനാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അണ്ടർ ദിസ് കണ്ടീഷൻ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം U2-ൽ നിന്ന് ഒരു വൈറ്റ് ബോൾ ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്ര ഉണ്ട്? ടോട്ടൽ പോസിബിൾ കേസസ് ഈസ് 16. And among that we have to choose a white ball, that is number of favorable cases which is equal to number of white balls, there are 8. Therefore probability of drawing a white ball from U2 after transfer is 8/16. ഇനി അടുത്ത എന്താണ്? പ്ലസ്. ഇപ്പോൾ ഓർ കണ്ടീഷൻ, അതായത് ഇത് കഴിഞ്ഞു, ഒരു ഫുൾ ട്രയൽ, ഫസ്റ്റ് ട്രയൽ സെക്കൻഡ് ട്രയലും കഴിഞ്ഞു. അതിനുശേഷം ഇതല്ലാതെ മറ്റൊരു പോസിബിലിറ്റി, അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇനിഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ അവിടെ വീണ്ടും റീറ്റെയിൻ ചെയ്യണം. Therefore 5 white balls and 7 black balls, total 12 balls, and 7 white balls and 8 black balls, total 15 balls in U2. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇനിഷ്യൽ കണ്ടീഷൻ വീണ്ടും കൊണ്ടുപോയി. ഇനി വീണ്ടും പറയണം പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ബ്ലാക്ക് ബോൾ ഫ്രം U1-ൽ നിന്നും ഇനീഷ്യൽ കണ്ടീഷൻ ഓർ ചാൻസ്, ഓർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതല്ലെങ്കിൽ മറ്റൊരു സാധ്യത അല്ലേ? അപ്പോൾ ഒറിജിനൽ ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ റീപ്ലേസ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? അടുത്ത് നോക്കുക. പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ബ്ലാക്ക് ബോൾ ഫ്രം U1-ൽ നിന്നും ഒരു ബ്ലാക്ക് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? ഇറ്റ് ഈസ്
total number of possible cases is 12, and among this number of favorable cases or number of black balls is 7. So the probability of drawing a black ball from U1 is 7 by 12. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? Into probability of drawing a white ball from U2 after transfer. അപ്പോൾ ആ കൈ കിട്ടിയ ബ്ലാക്ക് ബോളിനെ ഞാൻ U2ലേക്ക് ഇട്ടതിന് ശേഷം ഇനി എന്ത് ചെയ്യുന്നു? ഒരു വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി. സോ ഈ ഇനിഷ്യൽ കണ്ടീഷൻ വീണ്ടും മാറി. എന്ത് ചെയ്തു? ഇവിടെ ഒരു ബ്ലാക്ക് ബോൾ കുറഞ്ഞു, എത്രയായി? 6 ആയി. ഇവിടെ ഒരു ബ്ലാക്ക് ബോൾ കൂടി, ഇവിടെ എത്രയായപ്പോൾ 9 ആയി. സോ ഓട്ടോമാറ്റിക് ഇവിടെ അഗെയിൻ 11 balls ആൻഡ് ഹിയർ ഇറ്റ് ഇസ് അഗെയിൻ 16 balls. ഇനി ഈ കണ്ടീഷനിൽ വാട്ട് ഈസ് ദ ഇതെന്തായി? ആഫ്റ്റർ ട്രാൻസ്ഫർ ആ ഫസ്റ്റ് ട്രയലിൻ്റെ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ട്രയലിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം U2 എത്രയായിരിക്കും? U2വിൽ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസസ് 16. അതിൽ എന്താണ് വേണ്ടത്? ബ്ലാക്ക് ബോൾസ് അല്ല, എനിക്ക് വേണ്ടതാണ് വൈറ്റ് ബോൾസ് ആണ് വേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ കേസ് ഓർ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് ഈസ് 7. So the probability of drawing a white ball from U2 after transfer is 7 by 16. So the probability of drawing a white ball from U2 after all these transfers are carried out, this എത്രയാണത്? 5 by 12 into 8 by 16 into 7 by 12 into 7 by 16. അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് will be 89 by 192 ആയിരിക്കും അവിടുത്തെ ആൻസർ. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം U1 and transferring it into U2, then drawing a white ball from U2, or drawing a black ball from U1 and transferring it into U2, then drawing a white ball from U2. ആ പ്രോബിലിറ്റി എത്ര കിട്ടും? 89 by 192. So that's all for the second question. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇക്വേഷൻസ് ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് എങ്ങനെയാണ് ആ തന്നിരിക്കുന്ന സിറ്റുവേഷൻ എന്താണ്, ആ സിറ്റുവേഷൻ നമുക്ക് അറിയാവുന്ന ഫോമിലേക്ക് എങ്ങനെ മാറ്റിക്കൊണ്ട് വരാം, അവിടുത്തെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് ആ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് ചിന്തിച്ചെടുത്തതിന് ശേഷം നമുക്ക് അറിയാവുന്ന ഫോമിലേക്ക് എങ്ങനെ മാറ്റിക്കൊണ്ട് വന്ന് എന്ത് ചെയ്യുന്നു? ആൻസർ കണ്ടുപിടിക്കുകയാണ് ഇവിടെ വേണ്ടത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. And the third question. A bag contains 3 black and 4 white balls. 2 balls are drawn at random at a time without replacement. What is the chance that the second ball selected is white? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വീണ്ടും ഒരു ബാഗിനകത്ത് കുറച്ച് ബോൾസ് ഇട്ടിരിക്കുകയാണ്. ആ ബോൾസിനെ പറ്റിയാണ് ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ബാഗ് ബാഗിനകത്ത് എത്ര ബോൾസ് ഉണ്ട്? 3 വൈറ്റ് ബോൾസ് ആൻഡ് 4 ബ്ലാക്ക് ബോൾസ് ആ. തിരിച്ച് 4 വൈറ്റ് ബോൾസ് ആൻഡ് 3 ബ്ലാക്ക് ബോൾസ് ആർ ദർ. ടോട്ടൽ 7 ബോൾസ് ആണ് അവിടെ ഉള്ളത്. 2 balls are drawn at random at a time without replacement. റീപ്ലേസ്മെന്റ് കൂടാതെ 2 ബോൾസ് റാൻഡമായിട്ട് എടുത്തു. അതായത് ഒരുമിച്ച് 2 ബോൾ തന്നിരിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച് ഇതിൽ നിന്ന് 2 ബോൾസിനാണ് എന്തെടുത്തു? റാൻഡമായിട്ട് എടുത്തു. അപ്പോൾ ആദ്യം ഒന്നെടുത്തു, രണ്ടാമതൊന്നെടുത്തു. വാട്ട് ഈസ് ദ ചാൻസ് ദാറ്റ് സെക്കൻഡ് ബോൾ സെലക്ട് ഈസ് വൈറ്റ്? അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചൂസ് ചെയ്ത ബോൾ വൈറ്റ് ആവാനുള്ള ചാൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോളിൻ്റെ സെക്കൻഡ് രണ്ടാമത്തെ ചാൻസിൽ രണ്ടാമത് നമ്മൾ ചൂസ് ചെയ്ത ബോൾ വൈറ്റ് ബോൾ ആവാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തത് കണക്ക് തന്നെ നമുക്ക് 2 പോസിബിലിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. അതായത് രണ്ടാമതെടുത്ത ബോളാണ് എന്താവേണ്ടത്? വൈറ്റ് ആവേണ്ടത് അല്ലേ? അപ്പോൾ ആദ്യം എടുത്ത ബോൾ ബ്ലാക്കും ആകാം വൈറ്റും ആകാം. അപ്പോൾ ആ ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്ത ബോളിൻ്റെ ബേസിൽ നമുക്ക് 2 പോസിബിലിറ്റീസിനെ പറ്റി ചിന്തിക്കാം. എന്ന് പറയുന്നത് ആദ്യത്തെ ബോൾ ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്ത ബോൾ വൈറ്റ് ആണെങ്കിൽ സെക്കൻഡ് ചൂസ് ചെയ്ത ബോൾ വൈറ്റ് ആവാനുള്ള പ്രോബിലിറ്റി, ഓർ
choosing a black ball in the first time and choosing a white ball in the second time. അപ്പോൾ അങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് ചാൻസസ് അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് കേസസ് ആണ് നമുക്കിവിടെ വരുന്നത്. ദാറ്റ് ഈസ് തേർഡിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് എന്താണ് വേണ്ടത്, ഡ്രോയിങ് എ വൈറ്റ് ബോൾ ആസ് ദ സെക്കൻഡ് ബോൾ, രണ്ടാമത്തെ ബോളായിട്ട് വൈറ്റ് ബോളിനെ ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. therefore അവിടെ നമുക്ക് രണ്ട് കേസ് വരുന്നു. പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫസ്റ്റ് ആൻഡ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ സെക്കൻഡ്. ആദ്യം ഒരു വൈറ്റ് ബോളിനെ എടുത്തു, രണ്ടാമത് എന്തെടുക്കുന്നു, ഒരു വൈറ്റ് ബോളിനെ എടുക്കുന്നു. ഓർ ഡ്രോയിങ് എ ബ്ലാക്ക് ബോൾ ഫസ്റ്റ് ആൻഡ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ സെക്കൻഡ്. അതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാനൊരു വൈറ്റ് ബോളിനെ എടുത്തു, രണ്ടാമത് ഞാനൊരു വൈറ്റ് ബോളിനെ എടുത്തു, സെയിം ബോക്സിൽ നിന്ന് തന്നെ. അല്ലെങ്കിൽ മറ്റൊരു ചാൻസ് എന്ന് പറയുന്നത് ആദ്യം ഞാനൊരു ബ്ലാക്ക് ബോളിനെ എടുത്തു, രണ്ടാമത് ഞാനൊരു വൈറ്റ് ബോൾ എടുത്തു. അവർ ഒരേ കണ്ടീഷനെ പറയുന്നുള്ളൂ, രണ്ടാമത് എടുക്കുന്ന ബോൾ എന്തായിരിക്കണം, വൈറ്റ് ആയിരിക്കണം, എങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എത്തുക. നമ്മൾ എഴുതിയേക്കുന്നത് ഇവിടെ രണ്ട് ചാൻസസ് ആണ്. ഈ രണ്ട് ചാൻസിന് എനിക്ക് 4 ഡിഫറെൻറ്റ് പ്രോബബിലിറ്റീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം ബൈ മീൻസ് ഓഫ് ആൻഡ് ഓർ. ഏതൊക്കെയാണ്? പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫസ്റ്റ് ആൻഡ് എടുത്ത് കൊടുക്കാം ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ സെക്കൻഡ്, ഓർ that is plus probability of drawing a black ball first and that means into probability of drawing a white ball second. ഇനി എന്ത് ചെയ്യുക, ഈ 4 പ്രോബബിലിറ്റീസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ് അവിടെ ഫസ്റ്റ് പ്രോബബിലിറ്റി? പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫസ്റ്റ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, 7 ബോൾ ഉള്ളതിൽ ഒരു വൈറ്റ് ബോൾ ചൂസ് ചെയ്യും. സോ ദർഫോർ ഇൻ ദാറ്റ് പ്രോബബിലിറ്റി ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഇറ്റ് ഈസ് 7. അപ്പോൾ ആദ്യം ഞാൻ ബോളൊക്കെ 7 ബോൾസാണ് ഉള്ളത്. അതിൽ നിന്ന് അപ്പം ടോട്ടൽ പോസിബിലിറ്റി എത്രയാണ്? 7. ആൻഡ് ഹിയർ ദാറ്റ് ഫേവറബിൾ കേസ് ഈസ് നമ്പർ ഓഫ് വൈറ്റ് ബോൾസ്. വൈറ്റ് ബോൾസിൻ്റെ ചൂസിങ് ആണ് എന്ന് പറയുന്നത്. ചൂസിങ് എ വൈറ്റ് ബോൾ എന്നുള്ളതിൻ്റെ ഫേവറബിൾ കേസ്. നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് നമ്പർ ഓഫ് വൈറ്റ് ബോൾ. ഇവിടെ എത്ര വൈറ്റ് ബോൾസ് ആണ് ഉള്ളത്? 4 വൈറ്റ് ബോൾസ് ആണ്. therefore 4/7 ഈസ് ദ പ്രോബബിലിറ്റി. ആൻഡ് ഇനി പറയുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ റീപ്ലേസ്മെൻറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. therefore ഇപ്പോൾ ഈ കണ്ടീഷൻ അനുസരിച്ച് ഇവിടെ നിന്ന് ഒരു വൈറ്റ് ബോളിനെ ഞാൻ എടുത്ത് മാറ്റി. അപ്പോൾ എൻ്റെ ബാക്കി എത്രയേ ഉള്ളൂ? 3 വൈറ്റ് ബോൾസേ ഉള്ളൂ. ടോട്ടൽ ബോൾസ് അപ്പോൾ എത്രയായി? 6 ആയി. അപ്പോൾ ഒരു വൈറ്റ് ബോളിനെ ആദ്യം എടുത്തു, ആദ്യം എടുത്തതിന് ശേഷം കണ്ടീഷൻ എങ്ങനെയായിട്ട് മാറി? ഇങ്ങനായിട്ട് മാറി. ഇനി ഇതിൽ നിന്ന് ഒരു വൈറ്റ് ബോളിന് എടുക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ദ ടോട്ടൽ നമ്പർ ഓഫ് കേസ് ഈസ് 6 ആൻഡ് ഫേവറബിൾ കേസ് ഈസ് 3. therefore probability of drawing a second ball, so drawing a white ball second, രണ്ടാമതൊരു വൈറ്റ് ബോൾ എടുക്കണമെങ്കിൽ എത്ര അടുത്ത പ്രോബബിലിറ്റി? 3/6. ഓർ മീൻസ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് പഴയ കണ്ടീഷനിലേക്ക് തിരിച്ചു പോയി. അതല്ലാതെ മറ്റൊരു പോസിബിലിറ്റിയാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓർ എന്താ വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ബ്ലാക്ക് ബോൾ ഫസ്റ്റ്. ഈ ഇനിഷ്യൽ കണ്ടീഷനിൽ ആദ്യം ഞാൻ എന്തെടുക്കുന്നു, ഒരു ബ്ലാക്ക് ബോളിനെ എടുക്കുന്നു. അങ്ങനെയെങ്കിൽ അവിടുത്തെ ടോട്ടൽ പോസിബിലിറ്റി 7ഉം ബ്ലാക്ക് ബോൾ എടുക്കാനുള്ള ചാൻസ് എത്രയാണ്? 3ഉം. 3/7. ഞാൻ ബ്ലാക്ക് ബോളിനെ ഞാൻ എടുത്തു അല്ലേ? therefore 3 എന്തായിട്ട് മാറി? 2 ആയിട്ട് മാറി. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയായി? 6 ആയി. എഗെയിൻ നമുക്ക് എന്ത് വേണം? പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം ദ സെക്കൻഡ്. അപ്പോൾ സെക്കൻഡ് ചാൻസിൽ ഇനി എത്ര പോസിബിൾ കേസേ ഉള്ള അവിടെ? 6 പോസിബിൾ കേസസ് ആർ ദെയർ ആൻഡ് എമംഗ് ദാറ്റ് നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഓർ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് ഈസ് 4. therefore 4/6 ഈസ് ദ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രോബബിലിറ്റി എങ്ങനെ എഴുതാം? ക്യാൻസൽ ചെയ്ത് കളയുമ്പോഴത്തേക്കും ഹിയർ ഇറ്റ് ഈസ് 2/7 ആൻഡ്
again 2 by 7. Therefore 4 by 49 is the total chance of probability. Sorry, 4 by 49 അല്ല 4 by 7. ന്യൂമറേറ്ററിനെ മാത്രം ആഡ് ചെയ്തത് 4 by 7 is the probability. Therefore probability of drawing a white ball in the second chance, second ബോളിലായിട്ട് നമ്മൾ വൈറ്റ് ബോൾ എടുക്കാനുള്ള probability is 4 by 7. And the second part, what is the conditional probability that first ball selected is white if the second ball is known to be white? നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? എന്താ കണ്ടീഷണൽ പ്രോബബിലിറ്റി? രണ്ട് ഇവൻസ് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ, ഡിപ്പെൻഡൻ്റ് ഇവൻസ് ആണ് രണ്ട് ഇവൻസ് എങ്കിൽ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്താണ് മറ്റൊരു ഇവന്റ് നിൽക്കുന്നതെങ്കിൽ ആ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണെന്ന് പറയുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി. കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുക അടുത്ത ഇവന്റ് ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. സോ ഇവിടെ നമ്മൾ വീണ്ടും ഇനിഷ്യൽ സിറ്റുവേഷൻ ആണെന്ന് വരയ്ക്കുകയാണ്. ദർ ആർ 3 black balls and 4 white balls, total 7 balls. What is the conditional probability that first ball selected is white if the second ball is not to be white? രണ്ടാമത് എടുത്ത ബോള് വൈറ്റ് ആണ് എന്നെനിക്ക് അറിയാം. അങ്ങനെയെങ്കിൽ അപ്പോൾ അതെൻ്റെ കണ്ടീഷനാണ്. രണ്ടാമത് എടുത്ത ബോള് വൈറ്റ് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ബോൾ വൈറ്റ് ആവാനുള്ള ചാൻസ്, അതായത് if the ball that drawn in the second chance is white, then what is the probability of drawing a white ball in the first chance? ഇവിടെ നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി യൂസ് ചെയ്യുമ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ഒരു ഇക്വേഷൻ നമുക്കറിയാം. ഏതാണ്? മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിനകത്ത് ഡിപ്പെൻഡൻസി കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉപയോഗിക്കും. അപ്പോൾ ആ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി is equal to probability of A into probability of B given A അല്ലേ? അല്ലെങ്കിൽ എനിക്ക് ഈ ഇക്വേഷൻ എനിക്ക് എന്ത് എഴുതാം? പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഈ ബി ഗിവൺ എയുടെ പ്രോബബിലിറ്റി കണ്ടീഷണൽ പ്രോബബിലിറ്റി ഇക്വേഷൻ എനിക്ക് ഇതിനകത്ത് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് എഴുതാം. ആണോ? അതായത് ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൻ്റെ ഇക്വേഷനാണ്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. ഇതിൽ നിന്നും ഞാൻ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എയുടെ ഇക്വേഷൻ എഴുതാൻ വന്നാൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ ഈ പ്രോബബിലിറ്റി ഓഫ് എ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു ബൈ പി ഓഫ് എ എന്ന് എഴുതാം. ഇനി ഞാനിവിടെ ഇതേ ഇക്വേഷന് ഞാൻ എക്ക് പകരം ബിയും ബിക്ക് പകരം എയും ആക്കി കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ മാറും? എയുടെ സ്ഥാനത്ത് ഞാൻ ബി കൊണ്ടും ബിയുടെ സ്ഥാനത്ത് എ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെ എഴുതാം പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ ഏത് തന്നെയാണ്? എന്ത്? എ ഇന്റർസെക്ഷൻ ബി. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് എഴുതാം അല്ലേ? അവർ തമ്മിൽ ആ ഇവൻസിനൊന്ന് ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഇക്വേഷൻ വരുന്ന മാറ്റം. Therefore ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഇക്വേഷൻസ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഫസ്റ്റ് ഇവന്റ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സെക്കൻഡ് ഇവന്റിന്റെ പ്രോബബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് എ. എന്തിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ തന്നിട്ടുള്ള എന്തിൻ്റെ പ്രോബബിലിറ്റി ആണോ അതിനെ ഇന്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ നേരെ തിരിച്ച് സെക്കൻഡ് ഇവന്റ് ആയ ബി തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ഇവന്റിന്റെ പ്രോബബിലിറ്റി അത് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് ഇവന്റ്സ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ? ആദ്യം ഒരു ബോൾ എടുത്തു, രണ്ടാമത് ഒരു ബോൾ എടുത്തു അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഇവന്റിന് എ എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഗെറ്റിംഗ് എ ബോൾ അല്ലെങ്കിൽ ചൂസിങ് എ ബോളിൻ്റെ ഫസ്റ്റ് ട്രയൽ. ബി എന്ന് പറഞ്ഞ സെക്കൻഡ് ഇവന്റ് ആണെങ്കിൽ ചൂസിങ് എ ബോളിൻ്റെ സെക്കൻഡ് ട്രയൽ നമുക്ക് എടുക്കാം. അങ്ങനെ എനിക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫൈൻഡ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ദാറ്റ് ഫസ്റ്റ് ബോൾ സെലക്ടഡ് ഈസ് വൈറ്റ് ഇഫ്
the second ball is known to be white. അപ്പോൾ ഫസ്റ്റ് ബോൾ ഫസ്റ്റ് ഇവൻ്റ് തന്നെ എന്താണ് ഫസ്റ്റ് ബോൾ സെലക്ടഡ് ഈസ് വൈറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ഇവൻ്റായ എ ഞാൻ എന്തെടുക്കുന്നു ഗെറ്റിംഗ് ഓർ ചൂസിങ് എ വൈറ്റ് ബോൾ എന്നെടുക്കുന്നു. ഇനി ബി എന്ന് പറയുന്ന ഇവന്റ് ഇവിടെ സെക്കൻഡ് ഇവന്റ് എന്താണ് ഇഫ് ദ സെക്കൻഡ് ബോൾ ഈസ് നോൺ ടു ബി വൈറ്റ്. സെക്കൻഡ് ബോൾ വൈറ്റ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ സെക്കൻഡ് ബോളിനെ ഞാൻ സെക്കൻഡ് ഇവന്റിനെ എന്താണ് എടുക്കുന്നത് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ അല്ലേ. നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് പ്രോബബിലിറ്റി ഓഫ് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ബോൾ സെലക്ടഡ് ഈസ് വൈറ്റ് ഇഫ് ദ സെക്കൻഡ് ബോൾ ഈസ് നോൺ ടു ബി വൈറ്റ്. രണ്ടാമത് തന്നിരിക്കുന്ന അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ ചൂസ് ചെയ്ത ബോൾ വൈറ്റ് ആണെന്നിരിക്കട്ടെ, അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ബോൾ വൈറ്റ് ആവാനുള്ള പ്രോബിലിറ്റി, അതായത് സെക്കൻഡ് ഇവന്റ് നമുക്ക് തന്നിട്ടുണ്ട് വൈറ്റ് ആണ് തന്നിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ഇവന്റ് ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതായത് നമ്മളത്തേക്കും പ്രോബിലിറ്റി ഓഫ് എന്താ തന്നിട്ടുള്ള ഗിവൺ എന്താണ് ബി തന്നിട്ടുണ്ട് അല്ലേ. therefore പ്രോബിലിറ്റി ഓഫ് ബി ഈസ് ഗിവൺ. എന്തിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ എ കണ്ടുപിടിക്കുന്നത്, ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് getting a white ball in the first trial such that if we got a white ball in the സെക്കൻഡ് ട്രയലിൽ ഒരു വൈറ്റ് ബോൾ ആണ് കിട്ടിയതെങ്കിൽ ഫസ്റ്റ് ട്രയലിൽ വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്താ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബിയുടെ ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബിലിറ്റി ഓഫ് ബി. രണ്ട് തമ്മിൽ ഇൻ്റർസെക്ഷൻ്റെ പ്രോബിലിറ്റി ബൈ തന്നിരിക്കുന്ന ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി കണ്ടീഷനായിട്ട് കൊടുത്തിരിക്കുന്ന ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം ആദ്യം എ ഇൻ്റർസെക്ഷൻ ബിയുടെ പ്രോബിലിറ്റി വേണം, ദെൻ പ്രോബിലിറ്റി ഓഫ് ബിയും വേണം അല്ലേ. ഇവിടെ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്താന്ന് നോക്കാം. എ ഇൻ്റർസെക്ഷൻ ബി ഉദ്ദേശിക്കുന്നത് എന്താണ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഇൻ ദ ഫസ്റ്റ് ട്രയൽ ആൻഡ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഇൻ ദ സെക്കൻഡ് ട്രയൽ. ഇവിടെ ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ മാത്രം എഴുതാതെ ഇൻ ദ ഫസ്റ്റ് ട്രയൽ എന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഇൻ ദ സെക്കൻഡ് ട്രയൽ എന്ന് എഴുതാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി അല്ലെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ഒക്കെ എങ്ങനെ വായിക്കാം പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഇൻ ദ ഫസ്റ്റ് ട്രയൽ ആൻഡ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഇൻ ദ സെക്കൻഡ് ട്രയൽ ഗിവൺ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഇൻ ദ സെക്കൻഡ് ട്രയൽ. അപ്പോൾ ആദ്യം നമുക്ക് എന്തെങ്കിലും പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി വേണം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ആദ്യത്തെ ചാൻസിൽ എനിക്ക് എന്ത് വേണം ഒരു വൈറ്റ് ബോൾ കിട്ടണം, രണ്ടാമത്തെ ചാൻസിലും എനിക്കൊരു വൈറ്റ് ബോൾ കിട്ടണം. ഫസ്റ്റ് ചാൻസിൽ വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ് ഇറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് കേസുകൾ എത്രയാണ് 7 ആണ്. അതിൽ ഇൻ്റർസെക്ഷൻ ബി ഫസ്റ്റ് ചാൻസിൽ വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി 7. അപ്പോൾ അങ്ങനെ എഴുതാം പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ചാൻസിൽ ഞാനൊരു വൈറ്റ് ബോൾ എടുത്തു അല്ലേ, എന്നിട്ട് എന്ത് ചെയ്തു സെക്കൻഡ് ഞാൻ റീപ്ലേസ്മെന്റ് ഇല്ലാതെ രണ്ടാമത് ഞാൻ എന്ത് ചെയ്തു ഒരു വൈറ്റ് ബോളിനെ ഞാൻ ചൂസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ചാൻസിൽ എനിക്ക് വൈറ്റ് ബോൾ കിട്ടണം ആൻഡ് സെക്കൻഡ് ചാൻസിൽ എനിക്ക് വൈറ്റ് ബോൾ കിട്ടണം. കാരണം ഫസ്റ്റ് ചാൻസ് എനിക്ക് വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി ഫസ്റ്റ് ചാൻസ് ടോട്ടൽ അവിടെ എത്ര ബോൾസ് ഉണ്ട് 7 ടോട്ടൽ പോസിബിൾ കേസസ് ഉണ്ട്. അതിൽ ഒരു വൈറ്റ് ബോൾ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ദാറ്റ് ഈസ് നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് ഇറ്റ് ഈസ് 4 ആണ്. ആൻഡ് റീപ്ലേസ്മെന്റ് ഇല്ലാതെ അടുത്ത് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നു. ക്യാരി ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇപ്പോൾ ഓൾറെഡി എത്ര എടുത്തും ഒരു വൈറ്റ് ബോളിനെ എടുത്തു, ഇനിയിപ്പോൾ 3 വൈറ്റ് ബോളേ ഉള്ളൂ, ബാക്കി എത്ര ബോൾസ് ഉണ്ട് 6 ബോൾസേ ഉള്ളൂ. therefore ഇനി രണ്ടാമത് ഞാനൊരു വൈറ്റ് ബോളിനെ എടുക്കണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ട്രയൽ ഞാനൊരു വൈറ്റ് ബോളിനെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് പോസിബിൾ കേസസ് 6ഉം നമ്പർ ഓഫ് ഫേവറബിൾ കേസ് എത്രയാണ് 3ഉം ആണ്. സോ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ദാറ്റ് ഈസ് 2/7 ആണ്. എഗെയിൻ പ്രോബിലിറ്റി ഓഫ് ബി, ആ പ്രോബിലിറ്റി ഓഫ് ബി ചോദിച്ചിരിക്കുന്നത് എന്താണ് എ എന്ന് പറയുന്ന ട്രയൽ നടക്കുന്ന കാര്യമേ ഇവിടെ പറഞ്ഞിട്ടില്ല, അല്ലാതെ ബി എന്ന് പറയുന്ന ട്രയൽ ദാറ്റ് ഈസ് ഗെറ്റിംഗ് എ വൈറ്റ് ബോളിൻ്റെ സെക്കൻഡ് ട്രയൽ എയുമായിട്ടൊരു യാതൊരു ബന്ധവും ഇല്ല അല്ലേ. അപ്പോൾ അത് ഇല്ലാതെ സെക്കൻഡ് ട്രയൽ
നമുക്ക് എങ്ങനെ എന്ത് നടക്കാമെന്ന് വൈറ്റ് ബോൾ കിട്ടും. അതായത് ഒരു ട്രയൽ ഞാൻ ജസ്റ്റ് എടുക്കുന്നു. ഫസ്റ്റ് ബോൾ വൈറ്റ് ബോൾ എടുത്ത കാര്യം ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നതേ ഇല്ല. സോ സെക്കൻഡ് ട്രയലിനാണെങ്കിൽ ഒരു ട്രയലിൽ എനിക്ക് എന്ത് കിട്ടുന്നു, വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണത്, ബീസ്. ഇവിടെ ടോട്ടൽ പോസിബിൾ കേസസ് 7 ആണ്. അവിടുത്തെ നമ്പർ ഓഫ് ഫെയറബിൾ കേസ് എത്രയാണ്, ഇവിടെ 4 ആണ്. ദെർഫോർ 4/7. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ ഫസ്റ്റ് ടൈം എന്ത് കിട്ടും, പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, that is 2/7 by probability of B, that is 4/7, which is equal to 2/7 into 4/7 reciprocal, 7/4. 7 and 7 are cancelled out, 2 and 4 are cancelled out, therefore 1/2. Therefore നമുക്ക് എന്ത് കിട്ടി, the conditional probability that first ball is selected is white if the second ball is known to be white. രണ്ടാമത് ചൂസ് ചെയ്ത ബോൾ വൈറ്റ് ആണെങ്കിൽ ആദ്യം ചൂസ് ചെയ്ത ബോൾ വൈറ്റ് ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണ്, ഇസ് 1/2 എന്ന് കിട്ടും. സോ ഇങ്ങനെയുള്ള ഈ ടൈപ്പ് വരുന്ന പ്രോബ്ലം സാധാരണ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാൽ പോലും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അതിനോട് ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തന്നതെന്ന് പറഞ്ഞാൽ നേരിട്ട് നമുക്ക് എന്ത് ഉപയോഗിച്ച് അഡീഷൻ തിയറം അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് അല്ല ഇത്. കുറച്ചും കൂടെ എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്ത് മൈൻഡ് കുറച്ച് വർക്ക്ഔട്ട് ചെയ്താൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് ലോജിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സോർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഈ ടൈപ്പ് പ്രോബ്ലംസോടെ ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ടൈപ്പ് പ്രോബ്ലംസോടെ ഞാൻ തന്നത്. ഇതും കൂടെ എന്ത് ചെയ്യുന്നത്, വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. സോ ഇന്ന് നമ്മൾ 3 പ്രോബ്ലംസ് ആണ് ഈ സെക്ഷനകത്ത് നമ്മൾ പഠിച്ചത്. ഈ 3 പ്രോബ്ലംസും എനിക്ക് ലെക്ചർ നോട്ട്സ് ആയിട്ട് എനിക്ക് ഹോം അസൈൻമെന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.